മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയെ ED ചോദ്യം ചെയ്യുകയാണ്. ആലുവയിലെ വീട്ടിലെത്തിയാണ് ED ഉദ്യോഗസ്ഥർ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ED ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹാജരാകാനാകില്ല എന്നായിരുന്നു ശശിധരൻ കർത്ത ED അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് ED ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആലുവയിലെ വീട്ടിലെത്തി ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തു വരുന്നത്. ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, എന്താണ് വിശദാംശങ്ങൾ? എപ്പോൾ മുതലാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്? ദിവ്യ, രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ ആലുവയിലെ വീട്ടിലേക്ക് എത്തിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ EDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ദിവ്യ സൂചിപ്പിച്ച പോലെ നേരത്തെ 2 പ്രാവശ്യം ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ് നൽകിയിരുന്നതാണ്. പക്ഷേ അദ്ദേഹം ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. മറിച്ച് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്നും ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ തന്നെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്ന ആ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഈ ശശിധരൻ കർത്തയുടെ ഹർജി അത് മറ്റന്നാൾ പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റിയിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നത്. എന്തായാലും നേരത്തെ തന്നെ ED വ്യക്തമാക്കിയത് ഈ എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്നുണ്ടെങ്കിൽ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകിയിരുന്നത്. എന്തായാലും ഈ CMRL എക്സാലോജിക്കുമായുള്ള കരാർ അടക്കമുള്ള രേഖകൾ ഹാജരാക്കാൻ തയ്യാറാകാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. നമ്മൾ നേരത്തെ വാർത്ത നൽകിയിരുന്നത് പോലെ തന്നെ ഈ CMRL എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെയും ഒപ്പം ഉണ്ടാക്കിയ കരാറുകളുടെയും എന്ത് തരം സേവനമാണ് എക്സാലോജിക്ക് നൽകിയതെന്ന് വ്യക്തമാക്കുന്ന ആ രേഖകളൊന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല. ഇതെല്ലാം തന്നെ അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ എന്നുള്ള മറുപടിയാണ് EDക്ക് CMRL നൽകുകയും ചെയ്തിരുന്നത്. എന്തായാലും ഈ രേഖകൾ കൂടി ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ED നിർണായക നീക്കം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ കർത്തയുടെ വീട്ടിലുണ്ട്. അവിടെ വെച്ചാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹം ശാരീരിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നേരത്തെ ഹാജരാകാതിരുന്നത്. യെസ്, ശരൺ, വീട്ടിലെത്തി ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ മറ്റ് യാതൊരു ഇതിൽ നിന്നോ ഒഴിഞ്ഞു മാറാനുള്ള യാതൊരു അവസരവും നൽകാത്ത രീതിയിലാണ് ഇപ്പോൾ ED കുരുക്കുമുറുക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് മറ്റ് CMRL ഉദ്യോഗസ്ഥരെയും ED ഇപ്പോൾ ചോദ്യം ചെയ്യുന്നില്ലേ? ഇതിൽ ചീഫ് ഫിനാൻസ് ഓഫീസറായ KS സുരേഷ് കുമാർ അദ്ദേഹം രാവിലെ ED ഓഫീസിൽ ഹാജരായിരുന്നതാണ്. അരമണിക്കൂറോളം മാത്രം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ കേസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ തന്നെ വളരെ തിടുക്കപ്പെട്ട നീക്കമാണ് EDയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ECR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ വേഗത്തിൽ തന്നെ മൊഴിയെടുക്കാനുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് CMRL പ്രതിനിധികളിൽ നിന്ന് മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. നേരത്തെ SFI അന്വേഷണത്തിനിടയും ഒപ്പം ROC അന്വേഷണത്തിനിടയും നിർണായകമായിട്ടുള്ള മൊഴികൾ, അതായത് എക്സാലോജിക്കിനെതിരെ മൊഴികൾ നൽകിയ ഉദ്യോഗസ്ഥരെയാണ് പ്രധാനമായും EDയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ കഴിഞ്ഞ 2 ദിവസങ്ങളായി മാരത്തൺ ചോദ്യം ചെയ്യൽ നടക്കുന്നു. അതിൽ തന്നെ 5 ഉദ്യോഗസ്ഥരെ ED ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഈ 1.72 കോടി എക്സാലോജിക്ക് CMRL നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് എന്ത് തരം സേവനമാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ NDയോട് ചോദിക്കണമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ശശിധരൻ കർത്തയിലൂടെ ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുമെന്നുള്ളതാണ് ED പ്രതീക്ഷിക്കുന്നത്. മാസപ്പടി കേസിൽ നിർണായക നീക്കവുമായി ED രംഗത്തെത്തുകയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനാകില്ല എന്ന് ശശിധരൻ കർത്ത അറിയിച്ചതിന് പിന്നാലെ ഇപ്പോൾ ആലുവയിലെ വീട്ടിലെത്തി ED ഉദ്യോഗസ്ഥർ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുകയാണ്.